നിങ്ങൾ ഏറ്റവും പുതിയ IQ Neo 10R എടുക്കാൻ നിൽക്കണം എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കും. ഇത് നമ്മുടെ 12GB 256GB റേജിംഗ് ബ്ലൂ എന്നുള്ള ഡുവൽ ടോൺ ഫിനിഷുള്ള കളർ ആൻഡ് ഇത് നമ്മുടെ 8GB 128GB മൂഡ് നൈറ്റ് ടൈറ്റാനിയം കളറാണ്. ആൻഡ് ദ തിങ് ഈസ് രണ്ട് വേരിയൻസിനും LPDDR5X റാം ആണെങ്കിലും പക്ഷേ സ്റ്റോറേജ് ടൈപ്പിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. 8GB 128GB ഈ ബേസ് വേരിയൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് UFS 3.1 വേഴ്സസ് 8GB 256GBയോ അല്ലെങ്കിൽ 12GB 256GB എടുക്കണമെങ്കിൽ UFS 4.1 ഉണ്ട്. UFS 3.1 വേഴ്സസ് UFS 4 വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല അല്ലേ? അതല്ലേ മൈൻഡിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അഡുണ്ടു ബെഞ്ച് മാർക്കിൻ്റെ സ്കോർ വന്നത്. കാരണം നിങ്ങൾ ആ മെമ്മറിയുടെ സ്കോർ നോക്കി അറിയാം. 3,28,000 ആണ് നമ്മുടെ 12GB 256GB വന്നേക്കുന്നത് വേഴ്സസ് 2,51,000 ആണ് നമ്മുടെ 8GB 128GB വന്നേക്കുന്നത്. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ആൻഡ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പീഡ് ടെസ്റ്റ് ചെയ്തു. റണ്ണിങ് ആണ്. ലെറ്റ്സ് വെയിറ്റ്. ഇനി ഞെട്ടാൻ റെഡി ആയിക്കോ. 1,23,000 വേഴ്സസ് 1,84,000. ഇത്രയും ഡിഫറൻസ്. അതിൻ്റെ റീഡ് സ്പീഡ് ഞാനൊന്ന് കാണിച്ചു തരാം. 3,160 വേഴ്സസ് 1,705. ആ ഒരു പകുതി കുറഞ്ഞു എന്ന് വേണം പറയാൻ. ആൻഡ് റൈറ്റ് സ്പീഡ് 3,159 വേഴ്സസ് 1,614. നല്ല ഡിഫറൻസ് റൈറ്റ് സ്പീഡിൽ. ആൻഡ് റാൻഡം ആക്സസിൻ്റെ സ്കോർ വന്നേക്കുന്നത് 96,000 ആണ് നമ്മുടെ 12GB വന്നേക്കുന്നത്. 8GB വന്നേക്കുന്നത് 73,000 ആണ് 8GB വന്നേക്കുന്നത്. ഇനി AI റീഡ് 20,000 വന്നപ്പോൾ ജസ്റ്റ് നമ്മുടെ 8GB വന്നേക്കുന്നത് 14,000 ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളേഴ്സിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരു പ്രീമിയം ക്ലാസിക് നമ്മുടെ ഗാലക്സി S24 S25 അൾട്രയുടെ ഒക്കെ നമ്മുടെ ആ ഒരു ടൈറ്റാനിയം ഗ്രേ ഉണ്ടല്ലോ, അതിന് ഓൾമോസ്റ്റ് റിസംബിൾ ചെയ്യുന്ന ഒരു പ്രീമിയം ലുക്കിംഗ് ഒരു മ്യൂട്ടഡ് കളറാണ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ മൂൺ നൈറ്റ് ടൈറ്റാനിയം കളർ. ആൻഡ് അതിൻ്റെ സൈഡ് ഫ്രെയിം ഒക്കെ ആണല്ലോ ആ ഒരു ഗ്രേയിഷ് ഫ്രെയിം ആയിരുന്നു. നല്ല പ്രീമിയംനെസ് ഉണ്ട് ഫുള്ളി. ഇത് കംപ്ലീറ്റ് ഒരു ഫാൻസി ലുക്കിംഗ് ഐ ക്യാച്ചി ഡിസൈനുള്ള ഒരു ഐറ്റാണ്. ഡുവൽ ടോൺ ഫിനിഷ് ആൻഡ് സൈഡ് ഫ്രെയിം ഒക്കെ ബ്ലൂ കളർ. സോ ഇറ്റ്സ് അപ് ടു യു വിച്ച് ഈസ് യുവർ പേഴ്സണൽ ഫ്രണ്ട്സ്. ഡെഫിനറ്റ്ലി കമൻറ്റ് ഡൗൺ ബിലോ.